മൂന്നാമത്തെ ചിന്ത, ഒരിക്കൽ അവൻ പ്രത്യക്ഷനായി. 2, ഇപ്പോൾ അവൻ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു. 3, ഇനി ഒരിക്കൽ അവൻ പ്രത്യക്ഷനാകും. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഒരിക്കൽ അവൻ പ്രത്യക്ഷനാകും. വരാനുള്ള കാലമാണ്, ഭാവി കാലമാണ്. അങ്ങനെയെങ്കിൽ അതോ പറയുകയാണ്, ഇനി ഒരിക്കൽ അവൻ എന്ത് ചെയ്യും? പ്രത്യക്ഷനാകും. 27, 28 വാക്യം ചേർത്ത് പഠിച്ച ഒരിക്കൽ മരണവും പിന്നെ ആയിരിക്കും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ക്രിസ്തു അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഈ പാപം കൂടാതെ കാത്തു നിൽക്കുന്ന രക്ഷകാരൻ രണ്ടാമതും പ്രത്യക്ഷനാകും. അവർക്ക് യേശു എന്തിനാ വരുന്നത്? യേശു മൂന്നാമത് എന്തിനാ വരുന്നത്? ഒറ്റ തെളിവ്, യേശു കടന്നു വരുന്നത് പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരൊരു രക്ഷക്കാരൻ. പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷക്കാരൻ. ഒന്നാമത്, യേശു എന്തിനാ വന്നത്? പാപത്തിന് പരിഹാരം വരുത്തേണ്ടത്. 2, യേശു ഇനി എന്തിനാ വരുന്നത്? പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ. ഇതാണ് സുവിശേഷത്തിന്റെ കാര്യം. നീ വീട് വെക്കുന്നതോ കാർ വാങ്ങിക്കുന്നതോ അല്ല, മക്കൾ UK പോകുന്നതോ ഓസ്ട്രേലിയ പോകുന്നതോ അല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് എന്റെ പാപ ക്ഷമിക്കും എന്ന നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിനിടയിൽ കിട്ടുന്നതിന് ഒന്നും വിരോധമല്ല, സ്വത്രം പറഞ്ഞോ. പക്ഷേ അതല്ല ലക്ഷ്യം. അതിനുവേണ്ടി അല്ല യേശുവികത്തിൽ വന്നത്. യേശുവികത്തിൽ വന്നത് പാപത്തിന്റെ ചേച്ചികണ്ടത്തിൽ കിടന്ന് നിങ്ങളെ വീണ്ടെടുത്ത് നിത്യതയ്ക്ക് അവകാശിയാക്കി തീർക്കുവാൻ. അവകാശിയാക്കി തീർക്കുവാൻ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുക. അത് നിയമിച്ചിരിക്കുക, അപ്പോയിന്റ് ചെയ്തിരിക്കുക. മരണമെന്നത് സത്യമാണെങ്കിൽ, മരണമെന്ന സമസ്തയ്ക്ക് മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എങ്കിൽ, ഞാനേ ഒരു 150 വർഷം ഇവിടെ കാണുമെന്ന് പറഞ്ഞൊരു താരമാണ്. കഴിഞ്ഞ തലമുറയിൽ അല്ലെങ്കിൽ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് ശരിക്കും അറിയാം. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന പോപ്പ് ഗായകൻ 150 വർഷം ഞാനിവിടെ കാണുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത സംവിധാനം കേൾക്കണം. സ്വന്തം വീട്ടിൽ ഓപ്പറേഷൻ തികട്ടും ICU സംവിധാനമില്ല. ഏകദേശം പ്രഗത്ഭരായ 12ഓളം ഡോക്ടർമാർ ഓരോ അവയവത്തിന്, കിഡ്നി, ലിവർ അടക്കമുള്ള ഓരോ അവയവത്തിന് 6 പേരെ വെച്ച് ദാനം ചെയ്യാൻ ആൾക്കാർ. അനവധി നേഴ്സുമാരും അനവധി സംവിധാനങ്ങളും. എവിടെ? വീട്ടിൽ. എന്തിനാ? 150 വർഷം ഈ ലോകത്തെ ആ അഗാധത്തെ വിമർപ്പിൽ കൊണ്ടുപോകാൻ ഞാനിവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. 54-ാമത്തെ വയസ്സിൽ ഇവിടുന്ന് പോയി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? 54-ാമത്തെ വയസ്സിൽ ഇവിടുന്ന് പോയി. മരണമെന്ന് ദൈവം നിയമിച്ചതാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഈ ലോകത്തിൽ ഒന്നും വെട്ടിപ്പിടിക്കാമെന്ന് ആരും കരുതണ്ട. ഇവിടെ നിന്നൊന്നും നമുക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല. ദൈവമംഗലൊക്കെ പ്രഭാതത്തിൽ പാട്ട് പാടിക്കൊണ്ടിരുന്നൊരു പാട്ടുണ്ട്. ഇന്ന് ചിലരൊക്കെ പാടുന്നുണ്ട്. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകും. എങ്ങനെ വന്നു? നഗ്നനായിട്ട് ലോകത്തിൽ വന്നു, നഗ്നനായിട്ട് തന്നെ ഇവിടുന്ന് പോകുന്നു. ഞാനത് ലളിതമായിട്ട് പറഞ്ഞു തരാം. നമ്മളെ ആരൊക്കെയോ കൂടി കുളിപ്പിച്ച് പൗഡറൊക്കെ ഇടിപ്പിച്ചു. ഒരു കുഞ്ഞ് ടർക്കയ്ക്കകത്ത് പൊതിഞ്ഞ്, അങ്ങനെ ഒരു കുഞ്ഞ് ടർക്കയ്ക്കകത്ത് പൊതിഞ്ഞ് ഇച്ചിരിയുള്ളായിരുന്നു. ഫസ്റ്റ് മുമ്പ് പറഞ്ഞ പോലെ ഭാവിക്ക് 3 കിലോ എടുത്തിട്ടുണ്ട്. 2 400, 2 700, 3 400 കഴിഞ്ഞോ. എൻ്റെ അനുഭവത്തിൽ 3 700 800 കണ്ട എൻ്റെ ഒരു സ്നേഹിതന് ഏറ്റവും ഞങ്ങളുടെ ആ സർക്കിളിൽ ഏറ്റവും വലിയ തൂക്കമുള്ള കുഞ്ഞെന്ന് പറയുന്നത്. അത് ടർക്കയ്ക്കകത്ത് പൊതിഞ്ഞ് അങ്ങോട്ട് കൊടുക്കും. ആരുടെ കയ്യിലോട്ട്? അമ്മച്ചി അല്ലെങ്കിൽ വല്യമ്മച്ചി ആരുടെയും കയ്യിലോട്ട് കൊടുക്കും. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇനി എല്ലാവരും കൂടെ കുളിപ്പിക്കും. പുത്തൻ ഉടുപ്പൊക്കെ ഇടിപ്പിക്കും. സാരിയാണ് സാരി, മുണ്ടാണെ മുണ്ട്, പാലാണെ പാല്, ഒക്കെ ഇടിപ്പിക്കും. പൗഡറൊക്കെ ഇടും. കൂട്ടത്തിൽ സ്പ്രേയൂടെ അടിക്കും. അടുത്തിരിക്കണമെന്ന് വല്ലോ മനസ്സിലാകുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. ഒരിക്കൽ കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് കൈ തന്ന അതുപോലെ തന്നെ ആ കുളിപ്പിച്ച് പെട്ടിക്കകത്താക്കി സ്പ്രേയും അടിച്ച് പൗഡറും ഇട്ട് നമ്മളെ പറഞ്ഞു വിടും. അത്രേ ഉള്ളൂ. നഗ്നനായ ലോകത്തിൽ വന്നു, നഗ്നനായിട്ട് ഇവിടുന്ന് പോകും. നമ്മൾ ആരാണ്? വഴിയാത്രക്കാരൻ. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, ഒന്നുകിൽ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണം. ഇതേതെങ്കിലും ഒന്ന് സംഭവിക്കുക തന്നെ ചെയ്യണം. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഒരു സുവിശേഷകൻ എന്ന എന്റെ ചോദ്യം ഇതാണ്. മരണം കൊണ്ടൊന്നും അസ്തമിക്കുന്നില്ല. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അതാണ് ഈ സുവിശേഷത്തിന്റെ നിസ്തുല്യത എന്ന് പറയുന്നത്.
പലരും ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെയാ സ്വർഗമെന്നും ഇവിടെയാ നരകമെന്നും അടിച്ച് പൊളിച്ച് കുഴിമന്തിയൊക്കെ കഴിച്ചൊക്കെ ജീവിക്കുന്നൊക്കെ പറയുന്നത്. എന്നാൽ പുസ്തകം പറയുന്നു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വേണ്ടി വെച്ചിരിക്കുകയില്ല. മരണം കൊണ്ട് അസ്തമിക്കുന്നില്ല, മരണത്തിന് അപ്പുറത്തെ ജീവിതമാണ്. ഈ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഞങ്ങൾ നെറ്റി വിളിച്ച് നോക്കാറുണ്ട്, വല്ലാത്തൊരു വിമിഷ്ടം പോലെ.